ഉണ്ടാകുന്ന ഒരു ആശ്വാസം, ഈ കാഴ്ച തന്നെ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നൽകുന്നത് വലിയ ആശ്വാസമാണ്. കാരണം ആളുകൾ ജീവൻ കൈ പിടിച്ച് ഇരിക്കുന്ന ആളുകളൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് സുരക്ഷിതരായിട്ട് വരുന്നു എന്നത് ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത് എത്രമാത്രം വലിയ ആശ്വാസമാണെന്ന് നമുക്ക് പറയാനാകില്ല. കാരണം നമ്മളെ ചുറ്റും ദുഃഖമാണ്. നമുക്ക് ഒപ്പമുണ്ടായിരുന്നവർ അവരൊക്കെ എത്ര പേർ ഇന്ന് മണ്ണിനടിയിലുണ്ടെന്ന് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച നൽകുന്നത് സമാനതകളില്ലാത്ത ആശ്വാസമാണ്, സമാധാനമാണ്. അനുമോദ്, അതാണ് സാഹചര്യം. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ദുരന്തമുഖത്ത് നിന്നും അറിയുന്ന കാര്യമാണ്. ദുരന്തമുഖത്തിന്റെ ചിത്രം അതാണ്. ഏറെ സമയങ്ങളായി അപകടമുഖത്ത് മരണത്തോട് മല്ലിട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതം ഇനി എന്ത് എന്ന് ചിന്തിച്ചിരുന്നവരെയാണ് അവരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി സുരക്ഷിതയിടത്തേക്ക് നമ്മുടെ സേനാ സംവിധാനങ്ങൾ മാറ്റുന്നത്. എന്തായാലും അവർക്ക് തിരിച്ചുവരവാണ്. വലിയൊരു ദുരന്തത്തെ നേരിട്ട് കണ്ട അനുഭവമുള്ളവരാണ്, അവരാണ് തിരികെ വരുന്നത്. എന്തായാലും ന്യൂസ് 18 സംഘം വയനാട്ടിലെ ദുരന്തമുഖത്ത് സജീവമായി നിൽക്കുകയാണ്. അവിടുത്തെ ദുരന്ത കാഴ്ചകൾ, ജനങ്ങളുടെ ബുദ്ധിമുട്ട് അതേസമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഷബീറുണ്ട്. ഷബീറും അനുമോദുമാണ് ഈ വയനാട്ടിലെ ദുരന്ത മേഖലയിലുള്ളത്. ഷബീർ, ഈ സൈന്യം വന്നതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അത് അല്പം വേഗതയും ആർജവും കൈവന്നിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം കൂടുതൽ ശാസ്ത്രീയ ഉപകരണങ്ങൾ, സംവിധാനം, ഒറ്റപ്പെട്ടുപോയവരെ തിരികെ എത്തിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എന്താണ് ഷബീർ സാഹചര്യം? സജിത്ത്, ഇപ്പോൾ സൈന്യത്തിൻ്റെ ഒരു റെജിമെന്റ് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു കോഴിക്കോട്ട് നിന്നുള്ള ഒരു 40 അംഗങ്ങളുടെ ഒരു സംഘമാണ് എത്തിയതെങ്കിലും അവർ ആദ്യം തന്നെ അവർ ശ്രമിച്ചത് പുഴയ്ക്കക്കരയ്ക്ക് കടക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു റെജിമെന്റ് കൂടി ഏഴിമലയിൽ നിന്നും ഒരു സൈന്യത്തിന്റെ ഒരു സംഘം കൂടി എത്തിയിട്ടുണ്ട്. അവരും ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പുഴ എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളെ എങ്ങനെ പുഴയ്ക്കക്കരയ്ക്ക്, അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാമെന്നുള്ളതിന്റെ ഒരു ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ NDRFന്റെയും അതുപോലെ തന്നെ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ NDRFന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെയും അംഗങ്ങൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തേക്ക് മൃതദേഹങ്ങളും അതുപോലെ തന്നെ പരിക്കേറ്റവരെയും എത്തിക്കാനുള്ള ഒരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ വിജയകരമായി തന്നെ അത് മുന്നോട്ട് പോകുന്നുമുണ്ട്. പക്ഷേ രാവിലെ അങ്ങനെ ആയിരുന്നില്ല. രാവിലെ അവിടെ നിന്നും ഇങ്ങോട്ട് ആളുകളെ എത്തിക്കാൻ വലിയ വിഷമമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായി അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മൃതദേഹങ്ങളും ഒക്കെ ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം അത് ഒരു വിജയകരമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം NDRFും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സും ചേർന്നുകൊണ്ട് അതുപോലെ ആരോഗ്യ പ്രവർത്തകരെയും ഇപ്പോൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നഴ്സുമാരും ഡോക്ടർമാരും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെയും അപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം. കാരണം നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സജിത്ത്, ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഇപ്പോഴും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. അപ്പുറത്ത് എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, ആരൊക്കെയാണ് രോഗികളായി എവിടെ കഴിയുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അതാണ് ആശങ്ക. മുണ്ടക്കൈ എന്ന മേഖല എത്ര കണ്ട് ഈ ദുരന്തത്തിൽ അവർക്ക് ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ എത്ര പേർക്ക് ജീവഹാനി ഉണ്ടായി എന്ന് സംബന്ധിച്ച ഒരു ചിത്രം, കൃത്യമായൊരു ചിത്രം നമുക്ക് മുന്നിൽ ഇതുവരെയുമില്ല. കാരണം അവിടേക്ക് കടന്നുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സങ്ങളുണ്ട്. പാലം ഇല്ലാതായതുകൂടി ഗതാഗതത്തിന് വലിയ തടസ്സമുണ്ടായി. അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്താൻ 95 മരണം എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. വയനാടിന്റെ തേങ്ങൽ ഓരോ നിമിഷവും